ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ്. അൽഹസയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ബോറടിപ്പിക്കാത്ത വിധം ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ സൂ ആണ്. അൽത്തറാഫ് മോഡൽ സൂ എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പം ഞങ്ങൾ ഇവിടെ റീച്ചായിട്ട് ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട്. 5:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 15 റിയാലാണ്. ഇതൊരു കുഞ്ഞു സൂ ആണ്, പക്ഷേ എല്ലാ അനിമൽസും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കിവിടെ എൻട്രൻസിൽ നിന്ന് കയറി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് കാണാൻ പറ്റുന്നത് രണ്ട് വലിയ കൂറ്റൻ മുതലകളെയാണ്. കങ്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഗൗരി ഫസ്റ്റ് ടൈമാണ് കങ്കാരുവിനെ നേരിട്ട് കാണുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. കണ്ടോ? പിന്നെ ഇവിടെ ഭയങ്കര വലിയ സ്വാനുണ്ട്. നല്ല വലുപ്പമുണ്ട് ഈ സ്വാന്. പിന്നെ ലിയോ കണ്ടവർക്കൊക്കെ ഒരാളെ പരിചയമുണ്ടാവും. ഹൈന കണ്ടോ? ഇവർ ഫാമിലിയാണ് കണ്ടോ. 3 പേരുണ്ട്. ഇതിൻ്റെ കരച്ചിൽ ഞാൻ ലൈവായിട്ട് കേൾപ്പിച്ചു തരാം. അലറൽ. ചീറ്റ. ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കുഞ്ഞു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, സൂവിൻ്റെ പാർട്ട്. പിന്നെ ഇവിടെ നമുക്ക് 15 റിയാലിൻ്റെ ടിക്കറ്റിൽ ഇവിടെ കുട്ടികൾക്കുള്ള റൈഡ് ഉണ്ട്. അപ്പോൾ ഞങ്ങളത് യൂസ് ചെയ്യാതെ പുറത്തേക്ക് കടന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ആ റൈഡിലൊക്കെ കയറിക്കോന്ന്. അങ്ങനെ മോളെ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഒരു റൈഡിൽ കയറ്റി. ഇത്രയും കാഴ്ചകൾ മാത്രമേ ഈ സൂവിനകത്തുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് റൂം എടുത്തു. ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം കാണിച്ചു തരാം കേട്ടോ. തന്നെ പുറപ്പെടുകയാണ്. അടുത്ത് എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ നോക്കിയിട്ട് ഒരു പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ അവിടെ ഞങ്ങൾ പോയിരുന്നു, അത് ക്ലോസ്ഡ് ആണ്. മോർണിംഗ് ടൈം അവിടെ ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഞാൻ ഇൻട്രോ എടുക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പാർക്കിൻ്റെ പേര് കിങ് അബ്ദുള്ള എൻവയോൺമെൻറ്റൽ പാർക്കാണ്. അപ്പം നമ്മൾ നേരിട്ട് ആ പാർക്കിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വലിയ പാർക്കാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് സ്ലോമോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോ. നല്ല വൈബാണ്. അത് ഓപ്പൺ അല്ലാത്ത മാത്രം പ്രോബ്ലമേ ഉള്ളൂ. നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ഇൻസൈഡ് കാണാനായിട്ട്. നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു ഇതായിരുന്നു, പാർക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഒരു സൺഫ്ലവർ ഫാമിലേക്കാണ്. കണ്ടോ? അൽഹസയിലേക്ക് പോകുന്നവർ എന്തായാലും ഈ ഫാം വിസിറ്റ് ചെയ്യണം. നല്ല വൈബാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല രസമാണ് ഇവിടെ. ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ കണ്ടു നോക്കൂ.
ഞാൻ ഈ ഒട്ടകത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. ഇവിടെ പറ്റുവാണെങ്കിൽ കാണിക്കാം കേട്ടോ. അൽഖറ മൗണ്ടൻ കാണാനാണ്. അവിടെ നമുക്ക് പോകുന്ന വഴിക്കായിട്ട് ഫാമേഴ്സിൻ്റെ ഒരു മാർക്കറ്റ് കാണാം. അവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഫ്രഷായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫസ്റ്റ് കണ്ടത് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നൊരു പ്ലേസാണ്. അപ്പം ഞങ്ങൾ അവിടെ കയറി. ഞങ്ങളിവിടെ യാദൃശികമായിട്ടാണ് കയറി ചെല്ലുന്നത്. പക്ഷെ അവർക്ക് സ്ലോവാനിയയിൽ നിന്ന് കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവർ പോട്ടൊക്കെ ഉണ്ടാകുന്നത് ലൈവായിട്ട് കാണിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അത് ഞങ്ങൾക്കും നേരിട്ട് കാണാൻ പറ്റി. കണ്ടോ, അവരാണ് ഇതൊക്കെ. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇപ്പോൾ കാണിക്കും. സൂപ്പർബ് അല്ലേ? ഇതൊരു വലിയ ഏരിയ ആണ്. ഇവിടെയാണ് അൽഖറ മൗണ്ടൻ, അതേപോലെ ലാൻഡ് ഓഫ് സിവിലൈസേഷൻ, ഈ കൾച്ചറൽ ഹെറിറ്റേജ്, ഇതൊക്കെ ഒറ്റ ഏരിയയിൽ നമുക്ക് ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാൽ നമുക്ക് ഒക്കെ കവർ ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്കിത്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ഒരു 2 o'clock ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് മസ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ. സർപ്രൈസാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ബീച്ചൊക്കെ കണ്ടു. അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു പുതുവർഷം നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ. പുതിയ വർഷം എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.